ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 18 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ലൈക്കും കമൻറ്റും എല്ലാം വാരിക്കോരി തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഹേമ മാമിൻ്റെ കയ്യിൽ നിന്ന് ഇഡലി പുതിയ ചട്ടിയും കഴിച്ചുകൊണ്ടായിരുന്നു. ഒരിക്കലും ബർത്ത്ഡേക്ക് എന്ന് മാത്രമല്ല കേട്ടോ, മാമാണ് എനിക്ക് മിക്ക ദിവസം എന്തെങ്കിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഡിഷസ് തരും. അതുപോലെ തന്നെ സൺഡേസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. എന്നോട് ചില ദിവസങ്ങൾ പറയും ഫുഡ് മാത്രം, ചോറ് മാത്രം വെച്ചാൽ മതി, ബാക്കി എല്ലാ ഡിഷസും പുള്ളിക്കാർക്ക് തരാമെന്ന് പറയും. അങ്ങനെ എന്നെ എപ്പോഴും ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. രാവിലത്തെ ആ തിരക്കിൻ്റെ ഒരു മൂർധന്യത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് വരുന്ന വഴി മാമിനിക്ക് ഒരു ഫ്ലൂസിൻ്റെ ഒരു സ്വീറ്റ്സ് തന്നു. ഇനിയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് പ്രിൻസിപ്പൽ മാം ഒരു താജ്മഹലിൻ്റെ ഇത് ശരിക്കും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഞാൻ പക്ഷേ എൻ്റെ അൽമാരിയിലാണിത് സ്റ്റിക്ക് ചെയ്തത്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് താജ്മഹൽ. പിന്നീട് എനിക്ക് പ്രിയാനന്ദ ഈ കുട്ടി പ്ലാന്റ്, ഈ മണി പ്ലാന്റ് തന്നിട്ടുണ്ട്. ഇതിന് നമ്മുടെ കൂടെ എപ്പോഴുണ്ട്. പിന്നെ സ്കൂളിൽ ചെന്നപ്പോൾ തൊട്ടാണ് എനിക്ക് പറയാൻ പറ്റത്തില്ല, ശരിക്കും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തത്, ഈ ബർത്ത്ഡേ വിഷസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡേ മുന്നേ ആയിരുന്നു. അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താണെന്നറിയില്ല. ആസ് എ ടീച്ചർ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, ഞാൻ അവരെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പഠിപ്പിക്കാത്ത കുട്ടികൾ വരെ വന്നിട്ട് എനിക്ക് ബർത്ത്ഡേ വിഷസ്, അഡ്വാൻസ്ഡ് വിഷസ് എന്താണിപ്പോൾ ആരാ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചു പോയി. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ അവർ ബർത്ത്ഡേ വിഷസ് തന്നു. പിന്നാണ് ഇതൊരു ഡയറി നോക്കി ഞാൻ എന്താണ് അകത്തെന്ന് അറിയാനുള്ളത് ആ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പൊട്ടിച്ച് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു ഡയറി നോക്ക്, അതുപോലെ തന്നെ ഡയറി നോക്കിൻ്റെ മറ്റൊരു സെഷൻ കിട്ടി. പിന്നെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ മാം എഴുതിയൊരു നല്ലൊരു പ്രസൻറ്റേഷൻ പോലെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അവർ രണ്ട് ചോക്ലേറ്റ്സും കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവരെനിക്ക് തന്നെയാണ് ഈ ലെറ്റർ, ഹാപ്പി 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 ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ പോലെ എഴുതാൻ തരും. ഇതിനൊക്കെ ആ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഒരു എഫേർട്ട് വരും, നിഷ്കളങ്കത്വം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും വന്ന് ബർത്ത്ഡേ വിഷസ് ചെയ്യുമ്പോഴും ഇങ്ങനെ കുട്ടി 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 ഗിഫ്റ്റ് തരുമ്പോഴും ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പോൾ വേറൊരു ലെറ്റർ എനിക്കിത് കുറച്ച് സ്പെഷ്യലാണ്, ഇത് കാണാമല്ലോ, ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ ഇതിൻ്റെ അകത്താണ് സ്പെഷ്യൽ. കണ്ടോ, ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും എക്സൈറ്റഡായി. നല്ല രസമില്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര നിമിഷം മാറ്റി വെച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി കപ്പലും ഉണ്ടായി. ഇനി എനിക്ക് മാം ഷൺമുഖപ്രിയ മാം കേസരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ശരിക്കും സ്കൂളിൽ കേസരി ഉണ്ടാക്കാറുണ്ട്, വെനസ്ഡേയ്സിലാണ് തോന്നുന്നു കേസരി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ കേസരി എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഷൺമുഖപ്രിയ മാം ഉണ്ടാക്കി ഈ കേസരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ, അത് ഞാൻ നേരത്തെ തന്നെ. ഇനിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് പൊട്ടിക്കാതെ വെക്കാനുള്ള എൻ്റെ ഒരു ക്ഷമ ഓർക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. കാരണം ഇത് പൊട്ടിക്കാതെ ഒരുപാട് വട്ടം എൻ്റെ കൈ തരിച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കി ഇതൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തി. ചെറിയൊരു ക്ലൂ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടി നോക്കാം. എന്താ ഇതിനകത്ത് സത്യത്തിൽ ഇത് നശിപ്പിക്കാൻ ഒരു മനസ്സെനിക്ക് വരുന്നില്ല. ഏറ്റവും മാക്സിമം ഒന്നും പറ്റാതെ ഇത് ഓപ്പൺ ചെയ്യാനാണ് എൻ്റെ ഒരു ശ്രമം. കൈകൊണ്ട് ശ്രമിച്ച് നടക്കുമ്പോൾ നമുക്കൊരു സ്കെയിൽ ഉപയോഗിക്കാം. ഇത് നശിപ്പിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഒന്നും പറ്റാതെ തന്നെ ഇത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എല്ലാവരും ഇപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ടൊക്കെ ഉള്ളൊരു ഗിഫ്റ്റ് കിട്ടിയാലും ഉണ്ടാവാത്തൊരു സന്തോഷം എന്തോ എനിക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കാരണം ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എഫേർട്ട് പല കാര്യങ്ങളും വാങ്ങിക്കൊടുക്കാൻ പറ്റും. കണ്ടു കേട്ടോ, ഞാൻ ഊഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. എഫേർട്ടിട്ട് പല കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ അവർ ഇടുന്ന ഒരു സമയം, നമുക്ക് ചിലവഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരു ചോക്ലേറ്റ്, ഒരു ബ്ലാക്ക് പെൻ, ഒരു ബ്ലൂ പെൻ, പിന്നെന്താ ഇത് വീണ്ടും ഒരു മിൽക്കി ഹേർട്ടിൻ്റെ ഒരു ചോക്ലേറ്റ്. ഓക്കെ, ഇത് രണ്ടും ഞാൻ പൊട്ടിക്കാതെ വെക്കാൻ ഒരുപാട് ശ്രമിച്ചു കേട്ടോ. അങ്ങനെയാണ് ലാസ്റ്റ് ഫൈനലായിട്ട് ഇപ്പോൾ പൊട്ടിക്കുന്നത്. ഇങ്ങനെയാണ്. എന്തോ പേപ്പറൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് എന്തോ ലെറ്റർ ഉണ്ട് കേട്ടോ.
റെഡ് പെന്നാണ്, ഒരു റെഡ് പെന്നുണ്ട്, അതിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ആയിക്കൊള്ളാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ മാം. അയ്യോ താങ്ക് യു സോ മച്ച്. അയ്യോ ഇങ്ങനെയൊക്കെയുള്ള കുട്ടി അതുകൊണ്ട് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നത്തില്ല. ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് കേട്ടോ. സത്യത്തിൽ ഞാൻ വളരെ എൻജോയ് ചെയ്ത, വളരെ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. എല്ലാവരും അത് വിഷസ് പറയുന്നു. അതുപോലെ തന്നെ എല്ലാവരും കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ് എനിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ആകെപ്പാടെ ഒരു മലയാളിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു കെയറും ആ ഒരു സ്നേഹവും എന്നൊക്കെ പറയുന്നത് എനിക്ക് എപ്പോഴും വളരെ സ്പെഷ്യലാണ്. മോസ്റ്റ്ലി കുട്ടികൾ കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് അറ്റാച്ച്മെൻറ്റിൻ്റെ കാട്ടിൽ അവർ കാണിക്കുന്ന ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. അത് വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഓൾ. ആൻഡ് എനിക്ക് വേണ്ടി ഒരു നിമിഷം വരെ മാറ്റി വെച്ച് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കിട്ടിയൊരു സന്തോഷം എന്ന് പറയുന്നത് അതിനേക്കാട്ടിൽ അവരുടെ മെസ്സേജസ്, അവരുടെ കോൾസ് എല്ലാം എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും എന്നെ വിഷ് ചെയ്തു. എല്ലായിടത്തു നിന്നും എനിക്ക് നല്ല വിശ്വാസ പ്രയാസം എല്ലാം കിട്ടി. ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. എനിക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. വളരെ ഹാപ്പിയായിരുന്ന ദിവസം, എസ്പെഷ്യലി ആസ് എ ടീച്ചർ എനിക്ക് കിട്ടിയ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ആൻഡ് താങ്ക് യു എവ്രി വൺ. ബൈ.